ഹായ് ഫ്രണ്ട്സ്, പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. 2021 ഡിസംബർ 8 ഊട്ടിക്ക് സമീപം കൂനൂരിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ആരാണ്? ജനറൽ ബിപിൻ റാവത്ത്. 2021 ഡിസംബർ 8 തമിഴ്നാട്ടിലെ ഊട്ടിക്ക് സമീപം കൂനൂരിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്താണ്. ജനറൽ ബിപിൻ റാവത്തിന്റെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘത്തിലെ തലവൻ ആരാണ്? എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ്. ജനറൽ ബിപിൻ റാവത്തിന്റെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘത്തിന്റെ തലവൻ എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആണ്. 2021 ഡിസംബറിൽ വിക്ഷേപണം ചെയ്ത ലോകത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും കരുത്തുറ്റ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ്? ജെയിംസ് വെബ്. 2021 ഡിസംബറിൽ വിക്ഷേപണം ചെയ്ത ലോകത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും കരുത്തുറ്റ ബഹിരാകാശ ടെലിസ്കോപ്പ് ജെയിംസ് വെബാണ്. രാമാശ്രമം ട്രസ്റ്റിന്റെ ഉണ്ണീരിക്കുട്ടി പുരസ്കാരം 2021 ലഭിച്ചത് ആർക്കാണ്? ഇന്ദ്രൻസ്. രാമാശ്രമം ട്രസ്റ്റിന്റെ ഉണ്ണീരിക്കുട്ടി പുരസ്കാരം 2021 ലഭിച്ചത് ഇന്ദ്രൻസിനാണ്. വോട്ടർ പട്ടികയിലെ പേരുകൾ ആധാർ നമ്പരുമായി ബന്ധിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് എന്നാണ്? 2021 ഡിസംബർ 21. വോട്ടർ പട്ടികയിലെ പേരുകൾ ആധാർ നമ്പരുമായി ബന്ധിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ പാസാക്കിയത് 2021 ഡിസംബർ 21. പിന്നണി ഗായിക KS ചിത്രയ്ക്ക് പത്മഭൂഷൺ കിട്ടിയത് ഏത് വർഷമാണ്? 2021. പിന്നണി ഗായിക KS ചിത്രയ്ക്ക് പത്മഭൂഷൺ കിട്ടിയത് 2021. 2020 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ്? NR മാധവ മേനോനും M മുംതാസ് അലിയും. 2020 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ NR മാധവ മേനോനും M മുംതാസ് അലിയുമാണ്. കേരള സംസ്ഥാന സർക്കാരിന്റെ 2022 വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാമാണ്? KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു. കേരള സംസ്ഥാന സർക്കാരിന്റെ 2022 വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായവർ KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു എന്നിവരാണ്. 2024 ജനുവരിയിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആരാണ്? ഡേവിഡ് വാർണർ. 2024 ജനുവരിയിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണറാണ്. 2023 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ച സസ്യം ഏതാണ്? നീലക്കുറിഞ്ഞി. 2023 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ച സസ്യം നീലക്കുറിഞ്ഞിയാണ്. എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2021 ഡിസംബറിൽ ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട MP ആരാണ്? മഹുമ മൊയ്ത്ര. എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം 2021 ഡിസംബറിൽ ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട MP മഹുമ മൊയ്ത്രയാണ്. 2023 ഒക്ടോബറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായ സംസ്ഥാനം ഏതാണ്? സിക്കിം. 2023 ഒക്ടോബറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായ സംസ്ഥാനം സിക്കിമാണ്. പത്മ പുരസ്കാര ജേതാക്കൾക്ക് പ്രതിമാസം 10,000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ച സംസ്ഥാനം ഹരിയാനയാണ്. പത്മ പുരസ്കാര ജേതാക്കൾക്ക് പ്രതിമാസം 10,000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ച സംസ്ഥാനം ഹരിയാനയാണ്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന 18ാമത് വന്യജീവി സങ്കേതം ഏതാണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഇത് തമിഴ്നാട്ടിലെ ഏറ്റവും അടുത്ത് അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടി പത്മനാഭൻ. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ്. സാഹിത്യ മേഖലയിലെ സംഭാവനയ്ക്കാണ് ടി പത്മനാഭന് കേരള ജ്യോതി പുരസ്കാരം 2023 ലഭിച്ചത്.
2023 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? എം ഫാത്തിമ ബീവിയും സൂര്യകൃഷ്ണമൂർത്തിയും. 2023 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ എം ഫാത്തിമ ബീവിയും സൂര്യകൃഷ്ണമൂർത്തിയുമാണ്. 2023 കേരളശ്രീ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? പുനലൂർ സോമരാജൻ, ഡോക്ടർ VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്നിവരാണ്. 2023 കേരളശ്രീ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? പുനലൂർ സോമരാജൻ, ഡോക്ടർ VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്നിവരാണ്. 2023 ലിംഗവ്യത്യാസമില്ലാതെ എല്ലാ അധ്യാപകരെയും ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് ഉത്തരവിട്ടത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ്. 2023 ലിംഗവ്യത്യാസമില്ലാതെ എല്ലാ അധ്യാപകരെയും ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് ഉത്തരവിട്ടത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ്. ആമസോൺ നിക്ഷേപം നടത്തിയ കേരളത്തിലെ ആദ്യ സംരംഭം ഏതാണ്? ഫ്രഷ് ടു ഹോം. ആമസോൺ നിക്ഷേപം നടത്തിയ കേരളത്തിലെ ആദ്യ സംരംഭം ഫ്രഷ് ടു ഹോം എന്ന സംരംഭമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? ക്ലാസിക് ഇംപീരിയൽ. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ക്ലാസിക് ഇംപീരിയലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത ക്ഷേത്രം ഏതാണ്? ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രം, തൃശൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ ഇന്ത്യൻ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്ത ക്ഷേത്രം തൃശൂരിലെ ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രമാണ്. 2023 നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ്? ഇന്ത്യ. 2023 നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയത് KL രാഹുലാണ്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ റെക്കോർഡ് KL രാഹുലിനാണ്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളി ആരാണ്? വി മധുസൂദനൻ നായർ. കൃതി അച്ഛൻ പിറന്ന വീട്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളി വി മധുസൂദനൻ നായരാണ്. കൃതി അച്ഛൻ പിറന്ന വീട്. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം മോദി മന്ത്രിസഭ അധികാരത്തിൽ വന്നതെന്നാണ്? 2019 മെയ് 30. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം മോദി മന്ത്രിസഭ അധികാരത്തിലേറിയത് 2019 മെയ് 30-നാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്നത് 2020 ഒക്ടോബർ 2-ന് കൊല്ലത്താണ്. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്നത് 2020 ഒക്ടോബർ 2 കൊല്ലത്താണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് ഷായാണ്. ഇദ്ദേഹം തന്നെയാണ് നിലവിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ അംബാസിഡർ ആരാണ്? മോഹൻലാൽ. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. ഇന്ത്യയിലെ ആദ്യ ലേബർ മൂവ്മെന്റ് മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യ ലേബർ മൂവ്മെന്റ് മ്യൂസിയം ആരംഭിച്ചത് ആലപ്പുഴയിലാണ്. IPL ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി ആരാണ്? സഞ്ജു സാംസൺ. IPL ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി സഞ്ജു സാംസൺ ആണ്. 11ാം കേരള ശമ്പള കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? K മോഹൻദാസ്. 11ാം കേരള ശമ്പള കമ്മീഷന്റെ അധ്യക്ഷൻ K മോഹൻദാസ് ആണ്. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? കുമരകം. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം കുമരകമാണ്. 2020 ഓഗസ്റ്റിൽ നിലവിൽ വന്ന കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലിന്റെ പേരെന്താണ്? സഫ TV. 2020 ഓഗസ്റ്റിൽ നിലവിൽ വന്ന കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലിന്റെ പേര് സഫ TV എന്നാണ്. വയലാർ രാമവർമ്മയുടെ സ്മാരക മന്ദിരത്തിന്റെ പേരെന്താണ്? ചന്ദ്രകളഭം. വയലാർ രാമവർമ്മയുടെ സ്മാരക മന്ദിരത്തിന്റെ പേര് ചന്ദ്രകളഭം എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്ന എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ്. കേരളത്തിലെ ആദ്യത്തെ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ്. ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റ് നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ സർക്കാർ ജനറൽ ആശുപത്രി ഏതാണ്? കോട്ടയം ജനറൽ ആശുപത്രി. ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റ് നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ സർക്കാർ ജനറൽ ആശുപത്രി കോട്ടയം ജനറൽ ആശുപത്രിയാണ്. 2020 ഖേൽരത്ന പുരസ്കാര ജേതാവ് മാരിയപ്പൻ തങ്കവേലു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൈ ജമ്പ്. പാരാലിമ്പിക്സ് താരമാണ് മാരിയപ്പൻ തങ്കവേലു. ഇദ്ദേഹത്തിന്റെ ഇവന്റ്
ഹൈ ജമ്പാണ്. 2020 മാർച്ചിൽ ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം COVID-19 ആണ്. 2020 മാർച്ചിൽ ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം COVID-19 ആണ്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്നാണ് ജനുവരി 16. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ജനുവരി 16 ആണ്. 2024 ജനുവരി 16 മഹാകവി കുമാരനാശാന്റെ എത്രാമത് ചരമവാർഷികമാണ് ആചരിക്കുന്നത്? 100ാമത് ചരമവാർഷികം. 1924 ജനുവരി 16 ആലപ്പുഴയിലെ പല്ലനയാറ്റിലുണ്ടായ ബോട്ടപകടത്തിലാണ് കുമാരനാശാൻ മരണമടഞ്ഞത്. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീട ജേതാക്കൾ റയൽ മാഡ്രിഡ് ആണ്. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീട ജേതാക്കൾ റയൽ മാഡ്രിഡ് ആണ്. ഫൈനലിൽ ബാഴ്സലോണയെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് റയൽ മാഡ്രിഡ് കിരീടം സ്വന്തമാക്കിയത്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ ആരാണ്? KJ ജോയ്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്തനായ മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ KJ ജോയ് ആണ്. 2024 ജനുവരിയിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവും കേരളത്തിന്റെ മുൻ മന്ത്രിയുമായിരുന്ന വ്യക്തി ആരാണ്? TH മുസ്തഫ. 2024 ജനുവരിയിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവും കേരളത്തിന്റെ മുൻ മന്ത്രിയുമായിരുന്ന വ്യക്തി TH മുസ്തഫയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 2020-ൽ 150 കളി കളിച്ച ആദ്യ താരം ആരാണ്? രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് 2020-ൽ 150 കളി കളിച്ച ആദ്യ താരം രോഹിത് ശർമ്മയാണ്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ആരാണ്? പ്രഭ ആത്രേ. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ പ്രഭ ആത്രയാണ്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 വേദിയാകുന്നത് തോന്നയ്ക്കലെ ലൈഫ് സയൻസ് പാർക്കിലാണ്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലാണ്. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തിരുവനന്തപുരമാണ്. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തിരുവനന്തപുരമാണ്. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന എലിക്കുളം പഞ്ചായത്തിലെ റോബോട്ടിന്റെ പേരെന്താണ്? എലീന. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന എലിക്കുളം പഞ്ചായത്തിലെ റോബോട്ടാണ് എലീന. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് RCCയിലാണ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലാണ് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. 2024 ജനുവരിയിൽ ആപ്പിളിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ് ആണ്. 2024 ജനുവരിയിൽ ആപ്പിളിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ് ആണ്. 34ാമത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഐവറി കോസ്റ്റ് ആണ്. 34ാമത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഐവറി കോസ്റ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇതിനുവേണ്ടി തയ്യാറാക്കുന്ന വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയറിന്റെ പേര് ജലനേത്ര എന്നാണ്. ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? ജലനേത്ര. സംസ്ഥാന വ്യാപകമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ സാങ്കേതിക വിദ്യകൾ ആദ്യമായി നടപ്പാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. സംസ്ഥാന വ്യാപകമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ സാങ്കേതിക വിദ്യകൾ ആദ്യമായി നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഗാർഹിക തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിച്ച് നിയമപരമായ ഇളവ് നൽകുന്നതിനുള്ള ബില്ലിന് രൂപം നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ഗാർഹിക തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിച്ച് നിയമപരമായി ഇളവ് നൽകുന്നതിനുള്ള ബില്ലിന് രൂപം നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഈ ബില്ല് അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഡൊമസ്റ്റിക് വർക്കേഴ്സ്
റെഗുലേഷൻ ആൻഡ് വെൽഫെയർ ആക്ട് എന്നാണ് ഈ ഗാർഹിക തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഈ നിയമം അറിയപ്പെടുന്നത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം തടയുന്നതിനുമായി കെൽട്രോണുമായി സഹകരിച്ച് കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയുടെ പേരെന്താണ്? സേഫ് കേരള. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം തടയുന്നതിനുമായി കെൽട്രോണുമായി സഹകരിച്ച് കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് സേഫ് കേരള. ആപ്പിളിന്റെ ഇന്ത്യയിലെ ആദ്യ ഒഫീഷ്യൽ സ്റ്റോർ ആരംഭിച്ചത് എവിടെയാണ്? മുംബൈയിൽ. ആപ്പിളിന്റെ ഇന്ത്യയിലെ ആദ്യ ഒഫീഷ്യൽ സ്റ്റോർ ആരംഭിച്ചത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പൽ ഏതാണ്? MV ഇംപ്രസ്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പലാണ് MV ഇംപ്രസ്. ഇത് സർവീസ് നടത്തുന്നത് ചെന്നൈ മുതൽ ശ്രീലങ്ക വരെയാണ്. ഇന്ത്യയിൽ ആദ്യമായി കൂൾ റൂഫ് പോളിസി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ഇന്ത്യയിൽ ആദ്യമായി കൂൾ റൂഫ് പോളിസി അവതരിപ്പിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക മന്ത്രാലയം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക മന്ത്രാലയം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. പൂർണ്ണമായും ഈ ഗവേണൻസ് മോഡിലേക്ക് മാറുന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീർ. പൂർണ്ണമായും ഈ ഗവേണൻസ് മോഡിലേക്ക് മാറുന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ്. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? വയനാട്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാടാണ്. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല കൊല്ലമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ജില്ലയാണ്? കൊല്ലം. ദി സിറ്റിസൺ ക്യാമ്പയിൻ വഴിയാണ് കൊല്ലം ജില്ലയെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി മാറ്റിയത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. 2021 ചെറുകാട് സ്മാരക ട്രസ്റ്റിന്റെ ചെറുകാട് പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഷീല ടോമി. 2021 ചെറുകാട് സ്മാരക ട്രസ്റ്റിന്റെ ചെറുകാട് പുരസ്കാരത്തിന് അർഹയായത് ഷീല ടോമിയാണ്. ഷീല ടോമിയുടെ വല്ലി എന്ന നോവലിനാണ് ചെറുകാട് പുരസ്കാരം ലഭിച്ചത്. 2021 കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ആരാണ്? പ്രൊഫസർ സലീം യൂസഫ്. 2021 കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് പ്രൊഫസർ സലീം യൂസഫാണ്. 2021 OV വിജയൻ സ്മാരക സമിതി നൽകുന്ന മികച്ച നോവലിനുള്ള പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? TD രാമകൃഷ്ണൻ. 2021 OV വിജയൻ സ്മാരക സമിതി നൽകുന്ന മികച്ച നോവലിനുള്ള പുരസ്കാരത്തിന് അർഹനായത് TD രാമകൃഷ്ണനാണ്. 2023 47ാമത് വയലാർ പുരസ്കാരം നേടിയത് ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2023 47ാമത് വയലാർ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 47ാമത് വയലാർ പുരസ്കാരം 2023 ലഭിച്ചത്. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രൻ. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കേരള പുരസ്കാരങ്ങൾ. ഈ പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. അതുപോലെ കേരള സർക്കാർ നൽകുന്ന സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളാണ് ഈ കേരള പുരസ്കാരങ്ങൾ. ഇത്
തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ. അപ്പോൾ ആ പുരസ്കാരങ്ങൾ കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ എന്നിവയാണ് ഈ കേരള പുരസ്കാരങ്ങൾ. 2020 ജൂലൈയിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനത്തിന്റെ പേരെന്താണ്? റഫാൽ. 2020 ജൂലൈയിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനമാണ് റഫാൽ. 2022 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവശേഷിയുള്ള ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പൃഥ്വി 2. 2022 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവശേഷിയുള്ള ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി 2. സൈബർ ക്രൈം കുറയ്ക്കുന്നതിന് വേണ്ടി സൈബർ യൂണിവേഴ്സിറ്റി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. സൈബർ ക്രൈം കുറയ്ക്കുന്നതിന് വേണ്ടി സൈബർ യൂണിവേഴ്സിറ്റി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ആദ്യ ദേശീയ പൊതുജനാരോഗ്യ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ ദേശീയ പൊതുജനാരോഗ്യ മ്യൂസിയം നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? കെ-സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്പിന്റെ പേര് കെ-സ്മാർട്ട് എന്നാണ്. സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. 2023 പത്മശ്രീ പുരസ്കാരം നേടിയ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകൻ ചെറുവയൽ രാമൻ ഏത് ജില്ലക്കാരനാണ്? വയനാട്. 2023 പത്മശ്രീ പുരസ്കാരം നേടിയ ചെറുവയൽ രാമൻ അദ്ദേഹം ഒരു പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകനാണ്. അപ്പോൾ ചെറുവയൽ രാമൻ ഏത് ജില്ലക്കാരനാണ്? വയനാട് ജില്ലക്കാരനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ്? ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. ഇത് വിക്ഷേപിച്ചത് 2021 ഡിസംബർ 25-നാണ്. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത് 2021 ഡിസംബർ 25-നാണ്. ഈ ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിലാണ്? ഏരിയൻ 5 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത്. വിക്ഷേപണ സ്ഥലം ഫ്രഞ്ച് ഗയാനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പായ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിൽ നിന്നുമാണ്. വിക്ഷേപണത്തിന്റെ പിന്നിലെ മലയാളികൾ ജോൺ എബ്രഹാം റിജോയിയും ജോർജ് കാക്കനാടും. ഈ രണ്ടുപേരാണ് ഈ ടെലിസ്കോപ്പിന്റെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിന്റെ വിക്ഷേപണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മലയാളികൾ ആരൊക്കെയാണ്? ജോൺ എബ്രഹാം റിജോയിയും ജോർജ് കാക്കനാട് എന്നീ രണ്ടുപേരാണ് ഈ വിക്ഷേപണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മലയാളികൾ. ISRO ചെയർമാൻ പദവിയിൽ എത്തുന്ന എത്രാമത്തെ മലയാളിയാണ്? എസ് സോമനാഥ്. 5ാമത്തെ മലയാളി. ISROയുടെ ചെയർമാനാകുന്ന 5ാമത്തെ മലയാളിയാണ് എസ് സോമനാഥ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനാണ്. 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ്. പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 മെയ് 28-ന്. പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28-നാണ്. 2022 കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഐശ്വര്യ ലക്ഷ്മി. 2022
കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐശ്വര്യ ലക്ഷ്മിയാണ്. 2024 പാരാലിംസ് വേദി എവിടെയായിരുന്നു? പാരീസ്. 2024 പാരാലിംസ് വേദി പാരീസാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ദേശീയ റെക്കോർഡോടുകൂടി യോഗ്യത നേടിയ മലയാളി ലോങ് ജമ്പ് താരം ആരായിരുന്നു? മുരളി ശ്രീശങ്കർ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ദേശീയ റെക്കോർഡോടുകൂടി യോഗ്യത നേടിയ മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കർ ആണ്. 2023 നടന്ന പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ജർമ്മനി. 2023 നടന്ന പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ജർമ്മനിയാണ്. 2023 ചെസ് വേൾഡ് കപ്പിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ആർ പ്രജ്ഞാനന്ദ. 2023 നടന്ന ചെസ് വേൾഡ് കപ്പിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യക്കാരൻ ആർ പ്രജ്ഞാനന്ദയാണ്. 9000 വർഷം പഴക്കമുള്ള നവീന ശിലായുഗത്തിലെ ദേവാലയം 2022 കണ്ടെത്തിയത് എവിടെയാണ്? ജോർദാനിൽ. 9000 വർഷം പഴക്കമുള്ള നവീന ശിലായുഗത്തിലെ ദേവാലയം 2022 കണ്ടെത്തിയത് ജോർദാനിലാണ്. 2022 തീവണ്ടിയിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയ രാജ്യം ഏതാണ്? ഉത്തര കൊറിയ. 2022 തീവണ്ടിയിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയ രാജ്യം ഉത്തര കൊറിയയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് പേറ്റന്റ് നൽകാൻ തീരുമാനിച്ച ആദ്യ രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് പേറ്റന്റ് നൽകാൻ തീരുമാനിച്ച ആദ്യ രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. കോവിഡ്-19 പ്രതിരോധത്തിനായി ഗ്ലോബൽ പാൻഡമിക് റഡാർ ആരംഭിച്ച രാജ്യം ഏതാണ്? ഇംഗ്ലണ്ട്. കോവിഡ്-19 പ്രതിരോധത്തിനായി ഗ്ലോബൽ പാൻഡമിക് റഡാർ ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ടാണ്. ജയിലുകൾക്ക് സുധാർ ഗ്രഹ് എന്ന പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ജയിലുകൾക്ക് സുധാർ ഗ്രഹ് എന്ന പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2023 ജൂൺ 18 ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ബയോ കെമിസ്റ്റ് ആരാണ്? കമല സോഹോണി. 2023 ജൂൺ 18 ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ബയോ കെമിസ്റ്റാണ് കമല സോഹോണി. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയും ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളി വനിതയുമായ ജസ്റ്റിസ് എം ഫാത്തിമ ബീവി അന്തരിച്ചത് എന്നാണ്? 2023 നവംബർ 23. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയും ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളി വനിതയുമായ ജസ്റ്റിസ് എം ഫാത്തിമ ബീവി അന്തരിച്ചത് 2023 നവംബർ 23. ദോഹയിൽ നടന്ന ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ്? പങ്കജ് അദ്വാനി. ദോഹയിൽ നടന്ന ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിയാണ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം ആരാണ്? കീർത്തി സുരേഷ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം കീർത്തി സുരേഷ് ആണ്. ഖരമാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാർ പുരസ്കാരം ഏതാണ്? നവകേരളം പുരസ്കാരം. ഖരമാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് നവകേരളം പുരസ്കാരം. 2023 നടന്ന 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ജേതാവ് വിയപുരം ചുണ്ടനാണ്. 2023 നടന്ന 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് ഏത് ചുണ്ടനാണ്? വിയപുരം ചുണ്ടനാണ്. 2022 നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ വള്ളമായിരുന്നു. 2022 നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനായിരുന്നു. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡിന് അർഹനായത് ആരാണ്? വിനോദ് കുമാർ ശുക്ല. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായത് വിനോദ് കുമാർ ശുക്ലയാണ്.
2023 കേരള സർക്കാരിന്റെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ആരാണ്? ശ്യാമപ്രസാദ്. 2023 കേരള സർക്കാരിന്റെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ശ്യാമപ്രസാദാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ അക്ഷരശ്രീ പുരസ്കാരത്തിന് 2021 അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 2021 കുഞ്ചൻ നമ്പ്യാർ സ്മാരക സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള അക്ഷരശ്രീ പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 2022 സാറ്റലൈറ്റ് ഇന്റർനെറ്റ് നിലവിൽ കൊണ്ടുവരുന്നതിനായി 3 സ്ഥാപനങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട കമ്പനി ഏതാണ്? ആമസോൺ. 2022 സാറ്റലൈറ്റ് ഇന്റർനെറ്റ് നിലവിൽ കൊണ്ടുവരുന്നതിനായി 3 സ്ഥാപനങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട കമ്പനി ആമസോൺ ആണ്. 2022 പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റ് വെബ് ബ്രൗസർ ഏതാണ്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. 2022 പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റ് വെബ് ബ്രൗസർ ഏതാണ്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. സമൂഹ മാധ്യമമായ ഫേസ്ബുക്ക് പുറത്തിറക്കിയ ന്യൂസ് ലെറ്റർ പ്ലാറ്റ്ഫോം ഏതാണ്? ബുള്ളറ്റിൻ. സമൂഹ മാധ്യമമായ ഫേസ്ബുക്ക് പുറത്തിറക്കിയ ന്യൂസ് ലെറ്റർ പ്ലാറ്റ്ഫോമാണ് ബുള്ളറ്റിൻ. കേരളത്തിലെ ജലസേചന വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ. കേരളത്തിൽ ഇപ്പോഴത്തെ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാവുന്ന രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദിയാകുന്ന രാജ്യം ഓസ്ട്രേലിയയാണ്. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ടോക്കിയോ ആണ്. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ടോക്കിയോ ആണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ലോങ് ജമ്പിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? എം ശ്രീശങ്കർ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ലോങ് ജമ്പിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം എം ശ്രീശങ്കർ ആണ്. ഒളിമ്പിക്സ് അത്ലറ്റിക് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ നീരജ് ചോപ്രയാണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്രയുടെ സ്വർണം ലഭിച്ച ഇനം ഏതാണ്? ജാവലിൻ ത്രോയിലാണ് നീരജ് ചോപ്രയ്ക്ക് സ്വർണം ലഭിച്ചത്. സർക്കാർ ഓഫീസുകളിലെ എല്ലാ ബോർഡുകളും മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പാണ്. സർക്കാർ ഓഫീസുകളിൽ എല്ലാ ബോർഡുകളും മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയത് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പാണ്. ലോകത്തെ ശക്തരായ വനിതകളുടെ ഫോബ്സ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ കേന്ദ്ര ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ ലോകത്തെ ശക്തരായ വനിതകളുടെ ഫോബ്സ് പട്ടികയിൽ ഇടം നേടി. 4 ഇന്ത്യൻ വനിതകളാണ് ഇതിൽ ഇടം നേടിയത്. അതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനവും അതിൽ പ്രശസ്തയുമായ വനിത നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ഏതാണ്? നേപ്പാൾ. സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം നേപ്പാളാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ പാരമ്പര്യ നൃത്തരൂപം ഏതാണ്? ഗർഭ നൃത്തം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ പാരമ്പര്യ നൃത്തരൂപമാണ് ഗർഭ നൃത്തം. അവയവദാതാക്കൾക്കും സ്വീകർത്താക്കൾക്കുമായി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന കായിക മേളയുടെ പേരെന്താണ്? ട്രാൻസ്പ്ലാന്റ് ഗെയിംസ്. അവയവദാതാക്കൾക്കും സ്വീകർത്താക്കൾക്കുമായി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന കായികമേള ഏതാണ്? ട്രാൻസ്പ്ലാന്റ് ഗെയിംസ്. നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ പുരസ്കാരം ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ്? അക്ഷയ പദ്ധതി. നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ പുരസ്കാരം ലഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതിയാണ് അക്ഷയ പദ്ധതി. പെൻഷൻ സംബന്ധിച്ച വിവരങ്ങൾ
സേവനം നൽകിയതിനും മറ്റുമാണ് ഈ അക്ഷയ പദ്ധതിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. 2022 ആഗോള കാർബൺ ബഹിർഗമനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. 2022 ആഗോള കാർബൺ ബഹിർഗമനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാമതാണ്. 1-ാം സ്ഥാനം ചൈനയ്ക്കും 2-ാം സ്ഥാനം അമേരിക്കയ്ക്കുമാണ്. 2023 ഡിസംബർ 5-ന് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? മിഷോങ് ചുഴലിക്കാറ്റ്. 2023 ഡിസംബർ 5-ന് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഷോങ് ചുഴലിക്കാറ്റ്. ഈ ചുഴലിക്കാറ്റിന് മിഷോങ് എന്ന പേര് നൽകിയ രാജ്യം മ്യാൻമാർ ആണ്. ഈ ചുഴലിക്കാറ്റിന് മിഷോങ് എന്ന പേര് നൽകിയ രാജ്യം ഏതാണ്? മ്യാൻമാർ ആണ്. ഈ ചുഴലിക്കാറ്റ് മൂലമാണ് കഴിഞ്ഞിടെ നമ്മൾ നവംബറിലോ കൊണ്ടാണ് ചെന്നൈയിൽ വെള്ളപ്പൊക്കമുണ്ടായി. അപ്പൊ അതിന് കാരണം ഈ മിഷോങ് ചുഴലിക്കാറ്റാണ്. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? ഗുഡ് ബൈ ജൂലിയ. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം ഗുഡ് ബൈ ജൂലിയ എന്ന സിനിമയാണ്. ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കുന്ന 3ാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? വൈശാലി രമേശ് ബാബു. ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാകുന്ന 3ാമത്തെ ഇന്ത്യൻ വനിത വൈശാലി രമേശ് ബാബു ആണ്. പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് വൈശാലി രമേശ് ബാബു. പിന്നെ ആദ്യമായും രണ്ടാമതും ഈ ഗ്രാൻഡ് മാസ്റ്റർ പദവി ആദ്യമായി ലഭിച്ചത് കൊനേരു ഹംപിക്കാണ്. രണ്ടാമത് ലഭിച്ച വനിത ഹരിക ദ്രോണവല്ലിയാണ്. ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന 3ാമത്തെ ഇന്ത്യൻ വനിതയാണ് വൈശാലി രമേശ് ബാബു. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരം എന്ന യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോട് നഗരത്തിനാണ്. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരം എന്ന പദവി യുനെസ്കോയിൽ നിന്നും ലഭിച്ചത് കോഴിക്കോട് നഗരത്തിനാണ്. കേരളത്തിലെ ആദ്യ LCNG പ്ലാനുകൾ നിലവിൽ വന്നത് എവിടെയെല്ലാമാണ്? കൊച്ചുവേളിയിലും ചേർത്തലയിലും. കൊച്ചുവേളി തിരുവനന്തപുരം ജില്ലയിലാണ്, ചേർത്തല ആലപ്പുഴ ജില്ലയിലുമാണ്. കേരളത്തിലെ ആദ്യ LCNG പ്ലാനുകൾ നിലവിൽ വന്നത് തിരുവനന്തപുരത്തെ കൊച്ചുവേളിയിലും ആലപ്പുഴയിലെ ചേർത്തലയിലുമാണ്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ സംവിധാനം ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25-നാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. 2023 ഏപ്രിൽ 25-ന് കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പദ്ധതി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത്. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. നിലവിൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. പാലക്കാടായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്, എന്നാൽ ഇപ്പോൾ ഇടുക്കിയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15. ചൈനയുടെ കപ്പലാണിത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ 15 ആണ്. നിലവിൽ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ. ഇപ്പോൾ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. പുതുതായി ചുമതലയേറ്റ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഡോക്ടർ KM ദിലീപ്. പുതുതായി ചുമതലയേറ്റ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ KM ദിലീപാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത നിർമ്മിച്ചത് എവിടെയാണ്? തൃശൂർ ജില്ലയിൽ. തൃശൂർ കോർപ്പറേഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത നിർമ്മിച്ചത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏത് പഞ്ചായത്തിനെയാണ്? ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിനെയാണ്. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സ്പെക്ട്രം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. ഇന്ത്യൻ എയർഫോഴ്സ് പരീക്ഷിച്ച ഭൂതല വ്യോമ മിസൈലിന്റെ പേരെന്താണ്? സ്പൈഡർ. ഇന്ത്യൻ എയർഫോഴ്സ് പരീക്ഷിച്ച ഭൂതല വ്യോമ മിസൈലാണ് സ്പൈഡർ. ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത്
ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് എന്നാണ്? 2021 ഡിസംബർ 8. തമിഴ്നാട്ടിലെ ഊട്ടിക്ക് അടുത്തുള്ള കൂനൂർ എന്ന സ്ഥലത്ത് വെച്ച് ഹെലികോപ്റ്റർ അപകടത്തിലാണ് 2021 ഡിസംബർ 8 ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്ന ജനറൽ ബിപിൻ റാവത്ത് മരണപ്പെട്ടത്. 2021 ഡിസംബർ 8. ബിപിൻ റാവത്തിനോടൊപ്പം ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട വ്യോമസേന ഓഫീസറായിരുന്ന മലയാളി ആരായിരുന്നു? എ പ്രദീപ്. ബിപിൻ റാവത്തിനോടൊപ്പം ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട വ്യോമസേന ഓഫീസറായിരുന്ന മലയാളി എ പ്രദീപ് ആയിരുന്നു. ജനറൽ ബിപിൻ റാവത്തിന്റെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംയുക്ത സൈനിക സംഘത്തിന്റെ തലവൻ ആരാണ്? എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ്. ജനറൽ ബിപിൻ റാവത്തിന്റെ മരണത്തിന് കാരണമായ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘത്തിന്റെ തലവൻ ആരാണ്? എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആണ്. കേൾവിക്ക് തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കാതോരം പദ്ധതി. കേൾവിക്ക് തകരാറുള്ള കുട്ടികളെ സഹായിക്കാനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം പദ്ധതി. ഡിമൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സ്മൃതിപഥം. ഡിമൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മൃതിപഥം. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 48ാമത്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത് 2021ലാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 48ാമതാണ്. 1 സ്വർണം, 2 വെള്ളി, 4 വെങ്കലം, ഇങ്ങനെ ആകെ 7 മെഡലുകളാണ് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത്. ടോക്കിയോ ഒളിമ്പിക്സ് 2020 ഉദ്ഘാടനം നടന്നത് എന്നാണ്? 2021 ജൂലൈ 23. കോവിഡ് വ്യാപനം മൂലമാണ് 2020 നടക്കേണ്ട ടോക്കിയോ ഒളിമ്പിക്സ് 2021 മാറ്റിയത്. എന്നാലും ഇത് അറിയപ്പെടുന്ന 2020 ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് തന്നെയാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് എത്രാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു? 32ാമത്തെ. 2020 ടോക്കിയോ ഒളിമ്പിക്സ് 32ാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു. പിങ്ക് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? സ്മൃതി മന്ദാര. പിങ്ക് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദാരയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സഞ്ജു സാംസൺ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആണ്. ആത്മഹത്യ രാജ്യദ്രോഹമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഉത്തര കൊറിയ. ഈ അടുത്ത കാലത്ത് ആത്മഹത്യ രാജ്യദ്രോഹമായി പ്രഖ്യാപിച്ച രാജ്യം ഉത്തര കൊറിയയാണ്. എംബോക്സ് എന്ന് പേര് മാറ്റാൻ WHO തീരുമാനിച്ച രോഗം ഏതാണ്? മങ്കി പോക്സ്. എംബോക്സ് എന്ന പേരിലേക്ക് മാറ്റാൻ WHO തീരുമാനിച്ച രോഗം ഏതാണ്? മങ്കി പോക്സ് ആണ്. 2022 മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? UAE. 2022 മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ആദ്യ ഗൾഫ് രാജ്യം UAE ആണ്. 2022 ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗം ഏതാണ്? മങ്കി പോക്സ്. 2022 ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗം മങ്കി പോക്സ് ആണ്. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതിന്റെ 50ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ്? 2023 ഏപ്രിൽ 3. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പറാണ്. 2023 ഏപ്രിൽ 3 മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതിന്റെ 50ാം വാർഷികം ആഘോഷിച്ചത്. അപ്പോൾ എന്നാണ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്? 1973 ഏപ്രിൽ 3 മാർട്ടിൻ കൂപ്പറാണ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്. ലോകത്തിൽ ഏറ്റവും കൂടിയ ലേലത്തുകയ്ക്ക് വിറ്റുപോയ കൈയെഴുത്തുപ്രതി ഏതാണ്? ഹീബ്രു ബൈബിളാണ്. ലോകത്തിൽ ഏറ്റവും കൂടിയ ലേലത്തുകയ്ക്ക് വിറ്റുപോയ കൈയെഴുത്തുപ്രതി ഹീബ്രു ബൈബിളാണ്. UN ജനറൽ അസംബ്ലി സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? നവംബർ 26. UN ജനറൽ അസംബ്ലി സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം നവംബർ 26 സിക്കിം സംസ്ഥാനത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബ്ലൂ ഡൂക്ക്.
സിക്കിം സംസ്ഥാനത്തിന്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബ്ലൂ ഡൂക്ക്. നിഴൽ ഉറങ്ങുന്ന വഴികൾ ആരുടെ കൃതിയാണ്? പി. വത്സല. പി. വത്സല അന്തരിച്ചത് 2023 നവംബർ 21 അതുകൊണ്ട് തന്നെ ഇവരുടെ കൃതികൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിഴൽ ഉറങ്ങുന്ന വഴികൾ ആരുടെ കൃതിയാണ്? പി. വത്സലയുടെ കൃതിയാണ്. 2023 നവംബർ 19 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ എത്രാമത്തെ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടമാണ് സ്വന്തമാക്കിയത്? 6ാമത്തെ. അപ്പോൾ ഈ കഴിഞ്ഞ ഓസ്ട്രേലിയക്ക് കിട്ടിയ ലോകകപ്പ് കിരീടം 6ാമത്തെ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടമാണ്. അടുത്തിടെ അന്തരിച്ച CL പൊറിഞ്ചു-കുട്ടി ഏത് മേഖലയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്? ചിത്രകാരൻ. അടുത്തിടെ അന്തരിച്ച CL പൊറിഞ്ചു-കുട്ടി ചിത്രകാരൻ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ചിത്രകലയിലെ ഏകാന്ത പതികൻ. ടെലിവിഷൻ മേഖലയിലെ സംഭാവനകൾക്ക് നൽകുന്ന അന്താരാഷ്ട്ര ബഹുമതി ഏതാണ്? എമ്മി പുരസ്കാരം. ടെലിവിഷൻ മേഖലയിലെ സംഭാവനകൾക്ക് നൽകുന്ന അന്താരാഷ്ട്ര പുരസ്കാരമാണ് എമ്മി പുരസ്കാരം. 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ ആരൊക്കെയാണ്? ഏകത കപൂർ, വീർദാസ്. 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ ഏകത കപൂറും വീർദാസുമാണ്. കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണ കല ഏതാണ്? മിമിക്രി. സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണ കല മിമിക്രിയാണ്. 2023 37ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? മോഗ എന്ന കാട്ടുപോത്ത്. 2023 37ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്താണ്. കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ളതാണ്. 2023 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? നർഗീസ് മുഹമ്മദി. 2023 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് നർഗീസ് മുഹമ്മദിക്കാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് ആരംഭിച്ചത് എന്നു മുതലാണ്? 2022 ജൂലൈ 1 മുതൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? മെഡിസെപ്പ് എന്നാണ്. ഈ മെഡിസെപ്പ് ആരംഭിച്ചത് 2022 ജൂലൈ 1 മുതലാണ്. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റായ മിഥിലി ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ്? മാലിദ്വീപ്. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? മിഥിലി ചുഴലിക്കാറ്റ്. ഈ മിഥിലി ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ചത് മാലിദ്വീപാണ്. 2023 മിസ് യൂണിവേഴ്സ് ആയത് ആരാണ്? ഷെയ്നിസ് പലാസിയോസ്. 2023 മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുത്തത് ഷെയ്നിസ് പലാസിയോസിനെയാണ്. റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? MB രാജേഷ്. റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് MB രാജേഷാണ്. മന്ത്രിയാണ് ഇദ്ദേഹം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SK വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനാണ്. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ആരാണ്? വിരാട് കോഹ്ലി. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലിയാണ്. 50 സെഞ്ചുറികളാണ് വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റിൽ നേടിയിട്ടുള്ളത്. 2023 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. ഫൈനലിൽ ഓസ്ട്രേലിയ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. 2023 ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഫൈനൽ വേദി എവിടെയായിരുന്നു? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. 2023 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ വേദി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്.
ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ്. ഈ വർഷത്തെ കേരള ജ്യോതി ബഹുമതി നേടിയ മലയാളി സാഹിത്യകാരൻ ആരാണ്? ടി പത്മനാഭൻ. ഈ വർഷത്തെ കേരള ജ്യോതി ബഹുമതി നേടിയ മലയാളി സാഹിത്യകാരൻ ടി പത്മനാഭനാണ്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യം ഏതാണ്? അമേരിക്ക. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യം അമേരിക്കയാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ ടൈം ഔട്ടായി പുറത്താകുന്ന ആദ്യ ബാറ്റർ ആരാണ്? ഏഞ്ചലോ മാത്യൂസ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരമായ ഏഞ്ചലോ മാത്യൂസ് ആണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ടൈംഡ് ഔട്ടായി പുറത്താകുന്ന ആദ്യ ബാറ്റർ. ഈ വർഷം ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി 22 ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? അയോധ്യ. ഇത്തവണ ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി 22 ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം അയോധ്യയാണ്. 2023 ലൈഫ് ടൈം ഡിസ്റ്റർബിംഗ് ദി പീസ് അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാണ്? സൽമാൻ റുഷ്ദി. 2023 ലൈഫ് ടൈം ഡിസ്റ്റർബിംഗ് ദി പീസ് അവാർഡ് നേടിയ സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിയാണ്. സിൽക്കാര തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. സിൽക്കാര തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഈ സിൽക്കാര തുരങ്കത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാവുന്നതാണ്. അതൊരു ഖനിയിലെ തുരങ്കമാണ്. അവിടെ അകപ്പെട്ടുപോയ തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതൊക്കെ ഈ അടുത്ത കാലത്ത് ഒരുപാട് വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു. അടുത്ത ചോദ്യം, കേരള പിറവിയോടനുബന്ധിച്ച് കേരള സർക്കാർ സംഘടിപ്പിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ പേരെന്തായിരുന്നു? കേരളീയം 2023. ഈ തവണ കേരള പിറവിയോടനുബന്ധിച്ച് കേരള സർക്കാർ നടത്തിയ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ പേര് കേരളീയം 2023 എന്നായിരുന്നു. 2023 നവംബറിലെ ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? കോയമ്പത്തൂർ. 2023 നവംബറിൽ നടന്ന ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി കോയമ്പത്തൂരാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോടാണ്. തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായി മൈക്രോ സൈറ്റുകൾ രൂപീകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായി മൈക്രോ സൈറ്റുകൾ രൂപീകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഗഗൻയാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി ആരാണ്? അഭിലാഷ് ടോമി. ഗഗൻയാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി അഭിലാഷ് ടോമിയാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ ഏതാണ്? ഷെൻഹുവ 15. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ ഷെൻഹുവ 15 ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് 2023 നോബൽ പുരസ്കാരം നേടിയ വനിത ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ. സാമ്പത്തിക ശാസ്ത്രത്തിന് 2023 നോബൽ പുരസ്കാരം നേടിയ വനിത ക്ലോഡിയ ഗോൾഡിനാണ്. 2023 ഉത്തരവാദ ടൂറിസം ഗ്ലോബൽ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. 2023 ഉത്തരവാദ ടൂറിസം ഗ്ലോബൽ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളമാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? SK വസന്തൻ. 2023 എഴുത്തച്ഛൻ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് SK വസന്തനെയാണ്. ടച്ചിങ് ദ സോൾ ആരെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ്? ഉമ്മൻചാണ്ടി. ഈ അടുത്ത കാലത്ത് മരണമടഞ്ഞ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് ടച്ചിങ് ദ സോൾ.
2023 അടയാളം എൻ്റെ ആധാർ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? കണ്ണൂർ. 2023 അടയാളം എൻ്റെ ആധാർ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല കണ്ണൂരാണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ് 2023? ഇന്ത്യയും മംഗോളിയയും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസത്തിന്റെ പേരാണ് നൊമാഡിക് എലിഫന്റ് 2023. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതായിരുന്നു? വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാനയാണ്. ഇന്ത്യയുടെ സമുദ്രതീര സുരക്ഷ ശക്തമാക്കുന്നതിനായുള്ള ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഏതാണ്? സാഗർ സമ്പർക്ക്. ഇന്ത്യയുടെ സമുദ്രതീര സുരക്ഷ ശക്തമാക്കുന്നതിനായുള്ള ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് സാഗർ സമ്പർക്ക്. ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ നടത്തിയ മിന്നൽ പരിശോധന അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ സ്റ്റെപ്പിനി എന്നാണ്. ഹോട്ടൽ മേഖലയിലെ നികുതി വെട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനായി കേരള സംസ്ഥാന GST ഇന്റലിജൻസ് നടത്തിയ പരിശോധനയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ മൂൺലൈറ്റ്. ഹോട്ടൽ മേഖലയിലെ നികുതി വെട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനായി കേരള സംസ്ഥാന GST ഇന്റലിജൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. പ്രധാനമന്ത്രിയുടെ ഉപദേശക പദവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിക്കുന്ന ലോകത്തെ ആദ്യ രാജ്യം ഏതാണ്? റുമാനിയ. പ്രധാനമന്ത്രിയുടെ ഉപദേശക പദവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിക്കുന്ന ലോകത്തെ ആദ്യ രാജ്യം റുമാനിയയാണ്. കേരള സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മിഷൻ ഇന്ദ്രധനുസ് 5.0. കേരള സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം അറിയപ്പെടുന്നത് മിഷൻ ഇന്ദ്രധനുസ് 5.0 എന്ന പേരിലാണ്. 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. ഭൂഗർഭ ജലനിരപ്പ് രേഖപ്പെടുത്താൻ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ജൽദൂത്. ഭൂഗർഭ ജലനിരപ്പ് രേഖപ്പെടുത്താൻ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ജൽദൂത്. 2023 കോഴിക്കോട് ചെങ്ങോട്ടുമലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ ഡിർട്ടോ ഡാക്ടൈലസ് ചെങ്ങോടുമലൻസ് ഏത് ജീവിയുടെ പുതിയ ഇനമാണ്? പല്ലി. 2023 കോഴിക്കോട് ചെങ്ങോട്ടുമലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ ഡിർട്ടോ ഡാക്ടൈലസ് ചെങ്ങോട്ടുമലൻസ് എന്നത് ഏത് ജീവിയുടെ ഇനമാണ്? പല്ലിയുടെ ഇനമാണ്. ലോകത്തെ ആദ്യ 3D പ്രിന്റഡ് മത്സ്യം അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ഇസ്രായേൽ. ലോകത്തെ ആദ്യ 3D പ്രിന്റഡ് മത്സ്യം അവതരിപ്പിച്ച രാജ്യം ഇസ്രായേലാണ്. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് സാമൂഹ്യനീതി വകുപ്പിന്റെ മികച്ച നഗരസഭയ്ക്കുള്ള 2023 ഭിന്നശേഷി പുരസ്കാരത്തിന് അർഹമായത് ഏലൂർ നഗരസഭയാണ്. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് സാമൂഹ്യനീതി വകുപ്പിന്റെ മികച്ച നഗരസഭയ്ക്കുള്ള 2023 ഭിന്നശേഷി പുരസ്കാരത്തിന് അർഹമായത് ഏലൂർ നഗരസഭയാണ്. 2023 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ഏതാണ്? ദുബായ്. 2023 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ദുബായ് ആണ്. ഇന്ത്യയിലെ ആദ്യ മത്സ്യ ബ്രൂഡ് ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? വിഴിഞ്ഞം. ഇന്ത്യയിലെ ആദ്യ മത്സ്യ ബ്രൂഡ് ബാങ്ക് നിലവിൽ വന്നത് വിഴിഞ്ഞത്താണ്.
നിലാവിന്റെ നേരെറിയാൻ എന്ന ഡോക്യുമെന്ററി ഏത് മുൻ ISRO ചെയർമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജി മാധവൻ നായർ. മുൻ ISRO ചെയർമാനായ ജി മാധവൻ നായരുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയാണ് നിലാവിന്റെ നേരെറിയാൻ എന്ന ഡോക്യുമെന്ററി. ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് ചണ്ഡീഗഡിലാണ്. പായ്വഞ്ചിയിൽ ലോകം ചുറ്റാൻ ഇന്ത്യൻ നാവികസേന തിരഞ്ഞെടുത്ത വനിതകളിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? കെ ദിൽന. പായ്വഞ്ചിയിൽ ലോകം ചുറ്റാൻ ഇന്ത്യൻ നാവികസേന തിരഞ്ഞെടുത്ത വനിതകളിൽ ഉൾപ്പെട്ട മലയാളി കെ ദിൽനയാണ്. INS വിക്രാന്തിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ യുദ്ധവിമാനം ഏതാണ്? MiG-29K. INS വിക്രാന്തിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ യുദ്ധവിമാനം MiG-29K ആണ്. 2024 എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ജൽജീവൻ മിഷൻ. 2024 എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. KSRTC തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഗ്രാമവണ്ടി. KSRTC തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? യെല്ലോ ലൈൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ. കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച ബാലസൗഹൃദ കേരളം പ്രചാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഗോപിനാഥ് മുതുകാട്. കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച ബാലസൗഹൃദ കേരളം പ്രചാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ഗോപിനാഥ് മുതുകാടാണ്. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ വേദി എവിടെയാണ്? ഖത്തർ. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ വേദി ഖത്തറാണ്. 2020 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഇറ്റലിയാണ്. 2020 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഇറ്റലിയാണ്. പ്രഥമ കേരള സൂപ്പർ ലീഗിന്റെ അംബാസിഡർ ആരാണ്? IM വിജയൻ. പ്രഥമ കേരള സൂപ്പർ ലീഗിന്റെ അംബാസിഡർ IM വിജയനാണ്. കരീബിയൻ ദ്വീപുരാഷ്ട്രമായ ജമൈക്ക സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? രാംനാഥ് കോവിന്ദ്. കരീബിയൻ ദ്വീപുരാഷ്ട്രമായ ജമൈക്ക സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപിക്കപ്പെട്ട ഫാം ഏതാണ്? കേരള സീഡ് ഫാം. ഇത് സ്ഥിതി ചെയ്യുന്നത് ആലുവയിലാണ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപിക്കപ്പെട്ട ഫാം കേരള സീഡ് ഫാമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആലുവയിലാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് എവിടെയാണ്? കുളത്തൂപ്പുഴ. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്. ടൂറിസം വകുപ്പിന് കീഴിലെ കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആക്കുളം. ടൂറിസം വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ആക്കുളത്താണ്. രക്തദാനം ചെയ്യുന്നവർക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. രക്തദാനം ചെയ്യുന്നവർക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാലയാണ്. ഇന്ത്യയിലെ ആദ്യ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോട്ടയം. ഇന്ത്യയിലെ ആദ്യ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? തിരുവനന്തപുരത്തെ കാസർഗോഡുമായിട്ടാണ് കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിച്ചത്. തിരുവനന്തപുരം, കാസർഗോഡ്. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടപ്പിലാക്കിയത് ബീഹാറിലാണ്. ഇന്ത്യൻ നാവികസേനയുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായി നിയമിതനായ ആദ്യ മലയാളി ആരാണ്? R. ഹരികുമാർ. ഇന്ത്യൻ നാവികസേനയുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായ ആദ്യ മലയാളി R. ഹരികുമാറാണ്.
2022 ഏപ്രിലിൽ കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളിലെ പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ ഏതാണ്? INS തരംഗിണി. 2022 ഏപ്രിലിൽ കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളിലേക്ക് പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലാണ് INS തരംഗിണി. അംഗനവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. അംഗനവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. ഔദ്യോഗിക ജീവിയും വൃക്ഷവും പുഷ്പവും പക്ഷിയും ഉള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? കാസർഗോഡ്. ഔദ്യോഗിക ജീവിയും വൃക്ഷവും പുഷ്പവും പക്ഷിയുമുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല കാസർഗോഡാണ്. നിലവിൽ ഇന്ത്യയിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? രേഖാ ശർമ്മ. നിലവിൽ ഇന്ത്യയിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയാണ്. ഓഗസ്റ്റ് 17 എന്ന നോവൽ രചിച്ചതാരാണ്? S. ഹരീഷ്. ഓഗസ്റ്റ് 17 എന്ന നോവൽ രചിച്ചത് S. ഹരീഷാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതു. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2022 സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ M. തോമസ് മാത്യു. 2022 സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ M. തോമസ് മാത്യുവിനാണ്. 2023 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? സുരേഷ് ഗോപി. 2023 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി സുരേഷ് ഗോപിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ജൂപ്പിറ്റർ 3. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ജൂപ്പിറ്റർ 3 ആണ്. ബഹിരാകാശ യാത്ര നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഒലിവർ ഡീമൻ. ബഹിരാകാശ യാത്ര നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഒലിവർ ഡീമൻ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം ആരാണ്? MS ധോണി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം MS ധോണിയാണ്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ ആരംഭിച്ചത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പുലിക്കയം. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിലെ പുലിക്കയത്താണ്. സംസ്ഥാന സർക്കാരിന്റെ 2023 മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? K. റോയിമോൻ. സംസ്ഥാന സർക്കാരിന്റെ 2023 മികച്ച കർഷകനുള്ള കർഷകോത്തമ അവാർഡ് ലഭിച്ചത് K. റോയിമോനാണ്. കേരള സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ. കേരള സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ പാളയത്ത്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് സ്ഥാപിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ പാളയത്താണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറാണ്. കേരളത്തിലെ നഗരങ്ങളിലെ മാലിന്യ പരിപാലന സേവനങ്ങൾ ശക്തിപ്പെടുത്താൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? മാറ്റം പദ്ധതി. കേരളത്തിലെ നഗരങ്ങളിലെ മാലിന്യ പരിപാലന സേവനങ്ങൾ ശക്തിപ്പെടുത്താനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാറ്റം പദ്ധതി. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളക് ഏതാണ്? ചന്ദ്ര. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? K-ഫോൺ പദ്ധതി. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് K-ഫോൺ പദ്ധതി. പുതുതായി രൂപകൽപ്പന ചെയ്ത
കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? പച്ചക്കുതിര. പുതുതായി രൂപകൽപ്പന ചെയ്ത കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നമാണ് പച്ചക്കുതിര. കൊച്ചിയിലെ ബ്രഹ്മപുരം പ്ലാന്റിലെ മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചത് എന്നാണ്? 2023 മാർച്ച് 2. കൊച്ചിയിലെ ബ്രഹ്മപുരം പ്ലാന്റിലെ മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചത് 2023 മാർച്ച് 2. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. സംസ്ഥാന സർക്കാരിന്റെ 2022 സാഹിത്യത്തിനുള്ള കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MD വാസുദേവൻ നായർ. സംസ്ഥാന സർക്കാരിന്റെ 2022 സാഹിത്യത്തിനുള്ള കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർക്കാണ്. പത്മ പുരസ്കാരത്തിന് സമാനമായി കേരള സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങളിൽ ഒന്നാണ് ഈ കേരള ജ്യോതി പുരസ്കാരം. അതുപോലെ തന്നെ ഉള്ളൊരു പുരസ്കാരമാണ് കേരള പ്രഭ പുരസ്കാരം. 2022 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? മമ്മൂട്ടി, ഓംചേരി എൻ പിള്ള, ടി മാധവ മേനോൻ എന്നിവർക്കാണ് 2022 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. മമ്മൂട്ടിക്ക് കല, ഓംചേരി എൻ പിള്ളയ്ക്ക് കല, സാമൂഹിക സേവനം, ടി മാധവ മേനോന് സിവിൽ സർവീസ്, സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചതിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? PN പോഷൻ. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതിയ പേര് PM പോഷൻ എന്നാണ്. ഇത് തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പോഷൻ ശക്തി നിർമ്മാൺ. അപ്പോൾ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതിയ പേരെന്താണ്? PM പോഷൻ. ഇന്ത്യയിൽ നദികളിലെയും സമുദ്രങ്ങളിലെയും ഡോൾഫിനുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് ഡോൾഫിൻ. ഇന്ത്യയിൽ നദികളിലെയും സമുദ്രങ്ങളിലെയും ഡോൾഫിനുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ഡോൾഫിൻ. ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് ലയൺ. ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ലയൺ. പരമ്പരാഗത കരകൗശല നൈപുണ്യമുള്ള വ്യക്തികൾക്കായി 77ാമത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? വിശ്വകർമ്മ യോജന. പരമ്പരാഗത കരകൗശല നൈപുണ്യമുള്ള വ്യക്തികൾക്കായി 77ാമത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് വിശ്വകർമ്മ യോജന. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിന്റെ വിഷയം എന്തായിരുന്നു? സ്ത്രീ ശാക്തീകരണം. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിന്റെ വിഷയം സ്ത്രീ ശാക്തീകരണമായിരുന്നു. കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? കെ കൃഷ്ണൻകുട്ടി. കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ്. കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? KN ബാലഗോപാൽ. കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലാണ്. 2022 ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? PV സിന്ധു. 2022 ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം PV സിന്ധു ആണ്. കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ നീന്തൽ ടീമിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? സജൻ പ്രകാശ്. കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ നീന്തൽ ടീമിൽ ഉൾപ്പെട്ട മലയാളി സജൻ പ്രകാശ് ആണ്. 2022 നടന്ന 36ാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? ഗുജറാത്ത്. 2022 നടന്ന 36ാമത് ദേശീയ ഗെയിംസ് വേദി ഗുജറാത്താണ്. 2022 64ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? പാലക്കാട്. 2022 64ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ കിരീടം നേടിയ ജില്ല പാലക്കാടാണ്.
വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഹോപ്പ്. വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ്. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ലിസ് ട്രസ്. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ് ട്രസ് ആണ്. 45 ദിവസം മാത്രമാണ് ലിസ് ട്രസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരത്തിൽ ഇരുന്നത്. 2023 കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയ ഇന്ത്യൻ വനിത ആരാണ്? അഞ്ജലി ശർമ്മ. 2023 കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയ ഇന്ത്യൻ വനിത അഞ്ജലി ശർമ്മയാണ്. കൃത്രിമ മാംസത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. കൃത്രിമ മാംസത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം സിംഗപ്പൂരാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് ഈ അടുത്ത കാലത്ത് വാഗമണ്ണിൽ തുടങ്ങിയ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജാണ് വാഗമണ്ണിലെ കോലാഹട്ട മേട്ടിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ നീളം 40 മീറ്ററാണ്. അപ്പോൾ വാഗമണ്ണിലെ കോലാഹട്ട മേട്ടിലാണ് ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ചില്ലുപാലം ഉള്ളത്. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിന് കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരം ലഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരം ലഭിച്ചത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിനാണ്. 2023 ഈ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ഈ ചില്ലുപാലം വാഗമണ്ണിൽ സ്ഥാപിച്ചതും 2023. സർക്കാർ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതിയുടെ പേരാണ് കെ സ്മാർട്ട്. സർക്കാർ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? കെ സ്മാർട്ട്. ചുമട്ടുതൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നവശക്തി പദ്ധതി. ചുമട്ടുതൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? നവശക്തിയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ആരംഭിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ മലയാളം മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ മലയാളം മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് അനന്യ മലയാളം എന്നാണ്.